എല്ലാവർക്കും എൻ്റെ ഒരു ഓണാശംസകളാണ്. ഞാനിന്നിവിടെ പറയാൻ പോയിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓണം പിന്നെ എല്ലാവർക്കും ആഘോഷിക്കാൻ പറ്റത്തില്ല. ഹിന്ദുക്കൾക്ക് മാത്രമുള്ള ഓണമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ആഘോഷമാണെന്ന് പറഞ്ഞ് ചില ആളുകളൊക്കെ, ചില മത പുരോഹിതരൊക്കെ രംഗത്തിറങ്ങിയിട്ടുണ്ട്. എന്താണ് ഇവരിതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാലങ്ങളായിട്ട് ആഘോഷിച്ചു വരുന്ന ഒരു ദേശീയ ഉത്സവം, കേരളീയരുടെ ഒരു ദേശീയ ഉത്സവമാണ് ഓണം. എന്നാൽ ചില ആളുകൾ, ചില മത പുരോഹിതരൊക്കെ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. എന്താണ് ഒരു ഉസ്താദിന് പറയാനുള്ളതെന്ന് നമുക്ക് കേൾക്കാം. ഇദ്ദേഹം തൊടുപുഴ ഉള്ള ജുമാമസ്ജിദിലെ ഉസ്താദാണെന്ന് തോന്നുന്നു. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. ആഷിഖ് താരിഫ് തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനുണ്ട്. സാർ കേൾക്കാമല്ലോ അല്ലേ? എന്താണ് ഇത്തരം ഒരു പ്രസംഗത്തിന്റെ ഒരു പശ്ചാത്തലം? നമ്മൾ ഓണം എന്ന് പറയുന്നത് മലയാളികളൊക്കെ എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ്. ഇപ്പോൾ ജാതി മതക്കാരൊന്നുമില്ല. അത് മാത്രമല്ല, എല്ലാ വിഭാഗങ്ങളുടെ ആഘോഷങ്ങളും നമുക്ക് ആഘോഷമാണ്. ഇപ്പോൾ താങ്കൾ അങ്ങനെ പ്രസംഗം നടത്താനുള്ള സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഇത് ഏകദേശം ഒരു 2.5 കൊല്ലം മുമ്പ് ഞാൻ പ്രസംഗത്തിന് പ്രഭാഷണം പാലമല തൊടുപുഴ പാലമല ജുമാമസ്ജിദിലെ തീരുമാനം ഞാൻ ഏകദേശം 2.5 കൊല്ലം മുമ്പ് പ്രസംഗത്തിന് പ്രഭാഷണം. അപ്പൊ ഇതിന് ഞാൻ വ്യക്തമായിട്ട് ആ പ്രസംഗത്തിൽ പറയുന്നത്, ഞാനിത് പറയുന്നത് ഇസ്ലാം മതവിശ്വാസികളോടാണ്. ഞാൻ കൊല്ലം പറയുന്നത്, രാജ്യങ്ങളെ പറയുന്നത്. പിന്നെ ഈ പ്രസംഗം പറഞ്ഞെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം വേറൊരു ചാനൽ ഇന്റർവ്യൂ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഹൈന്ദവ സഹോദരങ്ങൾക്കെതിരല്ല. കാരണം അവരോട് സ്നേഹത്തിൽ പെരുമാറണം എന്ന് പറയുന്ന മതമാണ് വിശുദ്ധമായി ഇസ്ലാം എന്ന് പറയുന്നത്. ഇപ്പൊ ഈ പ്രവാചകന്റെ ജന്മദിനം കൊണ്ട് അനുസരിതമായ വിജയമാണ്. അപ്പൊ ഇന്നത്തെ ദിവസം വരെ ഞാൻ നിങ്ങളോട് പറയാൻ കാരണം, നമ്മളോട് വിശുദ്ധമായി ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് അയൽവാസി പദ്ധതി നടക്കുമ്പോൾ അതിന് ഹൈന്ദവരാണെങ്കിലും ക്രൈസ്തവരാണെങ്കിലും ഇപ്പോഴും താങ്കൾ ഉറച്ചു നിൽക്കുന്ന വാദം ഈ മുസ്ലിം മതവിശ്വാസികൾ ഓണം ആഘോഷിക്കേണ്ട ഞാൻ പറയുന്നത് അവരുമായി കൂട്ടിരിക്കുന്നതിനോ ഒന്നും പരിശുദ്ധമായി ഇസ്ലാമിൽ ഒരിക്കലും ഇതില്ല. നിങ്ങൾ അവർക്ക് ഭക്ഷണം കഴിക്കണം. അല്ലെങ്കിൽ എന്റെ വീട് ആലപ്പുഴ ജില്ലയിൽ കുന്നേക്കാട് സ്വദേശമാണ്. എന്റെ വീട് ചുറ്റുപാടും സഹോദരനാണ്. അവിടെ ഞാനിതൊക്കെ വ്യക്തമായി പറയുന്നത്, നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോവാം. തല പറിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ വസ്തുക്കൾ പോയി ഡാൻസ് കളിക്കാൻ പോവാം. അതൊരിക്കലും ഇസ്ലാമിൽ അംഗീകരിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് മുസ്ലിം വിശ്വാസികളോട് തള്ളുന്നവർക്ക് കൊള്ളാം. പക്ഷെ ഇസ്ലാമിന്റെ ആളുകൾ പറയാൻ പറഞ്ഞു. ഞാൻ മാറ്റി ചിന്തിക്കണം. താങ്കളൊക്കെ പിന്തള്ളപ്പെട്ടു പോകും. സമൂഹത്തിലൊക്കെ നിങ്ങളെയൊക്കെ നിഷ്കാസിതരാണ്. ഇത്ര കാര്യങ്ങളൊക്കെ മാറി ചിന്തിക്കും. ശരി ശരി, വളരെ ഉപകാരം. അപ്പൊ മറ്റു വാർത്ത. അപ്പോൾ നമ്മുടെ ഉസ്താദ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുസ്ലിം സ്ത്രീകൾ ഓണം ആഘോഷിക്കാൻ പാടില്ല, തട്ടോടാൻ പാടില്ല, തട്ടോട്ടിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല. പക്ഷേ ഉസ്താദിൻ്റെ ഈ വാക്കുകളൊന്നും ആരും അംഗീകരിച്ചിട്ടില്ല. അതാണ് ഇപ്പോൾ മെയിനായിട്ടുള്ള പ്രശ്നം. അതാണ് ഉസ്താദ് ഇപ്പോൾ കുരു പൊട്ടിയിട്ട് വരുന്നത്. ഞാൻ ചോദിക്കട്ടെ ഉസ്താദ്, ഇത് എന്ന് മുതലാണ് ഈ മതപരിവർത്തനവും മതവും ഈ മറ്റേ കുത്തിത്തിരിക്കൊണ്ടിരുന്നതിൻ്റെ കാര്യം എന്താ? ഇത് പാരമ്പര്യമായിട്ട് കേരളീയരുടെ ദേശീയ ഉത്സവമായിട്ട് വരുന്ന, ആഘോഷിച്ചു വരുന്ന ഒരു സംഗതിയാണ് ഈ ഓണം. പിന്നെ ഈ ഉസ്താദ്മാർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികളൊന്നും ആരും ഇപ്പം അംഗീകരിക്കുന്ന ഒരു കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ ഉസ്താദ്മാരിൽ തന്നെ ഒരുപാട് ആളുകൾ ഓണത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. മനസ്സിലായില്ലേ? ഈ അൻസാരി ഉസ്താദിനെ പോലുള്ള ആളുകളൊക്കെ, അവരൊക്കെ വളരെ നല്ല രീതിയിലുള്ള കാര്യങ്ങളാണ് കൈകാര്യം ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ ഉസ്താദ് പറയുന്നതിന് ഒരു പ്രശസ്തിയില്ല അവിടെ. അത് മനസ്സിലാക്കണം ഉസ്താദെ. പഴയ പോലെ അതല്ല. പക്ഷേ ഉസ്താദ് പറയുന്ന കാര്യങ്ങൾ കേട്ടില്ലെങ്കിലും ഈ ഡാൻസ് കളിച്ച പെൺകുട്ടികൾക്ക് ഉസ്താദിനോട് ബഹുമാനമൊന്നും കുറഞ്ഞില്ല. പക്ഷേ ഈ ഉസ്താദ് പറയുന്ന ചില നടപടികൾ അംഗീകരിക്കാൻ പറ്റത്തില്ല എന്ന് അവർ പിന്നെ കരുതിയിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളീയരുടെ ദേശീയോത്സവമാണ്. ഇത് തമിഴ്നാട്ടിലോട്ടൊന്നും പോകണമെന്നില്ല, മനസ്സിലായില്ലേ? അവിടെ പൊങ്കല്, ദീപാവലിയോ മറ്റേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പം കേരളത്തിൽ ഓണമുണ്ട്, ദീപാവലിയൊക്കെ ഉണ്ട്, മനസ്സിലായില്ലേ? ദീപാവലി എന്ന് പറയുമ്പോൾ പിന്നെ അധികം ഹിന്ദുക്കളുടെ ആഘോഷമാണ്, അതൊക്കെ അംഗീകരിക്കാൻ പറ്റും. പക്ഷേ ഓണം ഹിന്ദുക്കളുടെ ആഘോഷമാണെന്നൊക്കെ എങ്ങനെയാണ് അത് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണോ? അല്ല. ഹിന്ദുക്കളുടെ സ്വാമിമാർ വരെ പഴയ കാലത്തൊക്കെ പറയായിരുന്നു അത് അവരുടെ ഓണാഘോഷമാണ്. പക്ഷെ ഇപ്പം അതൊന്നും പറയുന്നില്ല. ഇപ്പം എല്ലാവർക്കും കേരളീയരുടെ ഒരു ദേശീയോത്സവമാണിത്. കാരണം ഇത് പഴയ കാലത്ത് ഹിന്ദുക്കളുടെ ഒരു ആഘോഷമാണെന്ന് പറയുന്നു. 1960-ലോ പട്ടംതാണിപ്പിള്ള മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് ഇത് കേരളീയരുടെ ദേശീയോത്സവമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അത് മുസ്ലിങ്ങളെന്നോ ഹിന്ദുക്കളെന്നോ ക്രിസ്ത്യാനികളെന്നോ വേർതിരിവില്ലാതെ ആർക്കും ആഘോഷിക്കാം. അതുപോലെ തന്നെ ഓണ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വീടുകളിൽ പോവാം, അവർക്ക് ഇങ്ങോട്ട് വരാം. മനസ്സിലായില്ലേ? അതായത് 3 ജാതികളോടും കൂടിയാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അല്ലാതെ ഒരു ജാതി എന്നല്ല. അപ്പോൾ ഇതൊന്നും ഒരു പ്രശസ്തിയില്ലാത്ത കാര്യമാണ്. ഇത് കൊണ്ട് ഇപ്പം ഈ പഴഞ്ചൻ ആചാരങ്ങളോ അല്ല പഴഞ്ചൻ രീതികളോ ഇപ്പം തിരികെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺകുട്ടികളോ ആൺകുട്ടികളോ ഒന്നും അത് വകവെക്കത്തില്ല. അപ്പോൾ അതാണ് ഇപ്പോൾ ഈ തൊടുപുഴയിൽ ഇന്നലെ ഉണ്ടായി ഡാൻസ് കളിച്ചതിൻ്റെ സംഭവം. അവർ തട്ടമിട്ടിട്ടാണ് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചത്. അപ്പോൾ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉസ്താദ് പറയുമ്പോൾ ഉസ്താദിൻ്റെ വില പോണ ഒരു പരിപാടിയാണ്, മനസ്സിലായില്ലേ? നേരെ കുറിച്ച് ഉസ്താദ് അതിന് സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 100% ഉസ്താദിന് പോസിറ്റീവേ വരത്തുള്ളൂ, നെഗറ്റീവ് വരുന്നില്ല. ഇപ്പോൾ ഉസ്താദിനെ എല്ലാവരും ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യത്തില്ല, മനസ്സിലായില്ല? അപൂർവം ചില ആളുകൾ ഉസ്താദിനുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകൾ മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പൻസാരി ഉസ്താദൊക്കെ വളരെ എത്ര ഇതായിട്ടുണ്ട് ഇപ്പോൾ ഈ ഓണം അതുപോലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയട്ടെ, ഇത് ഇപ്പം ആ റിപ്പോർട്ട് ഈ ചാനലുകാർ തന്നെ പറയണ്ടേ ഇത് താങ്കൾ പിന്തള്ളപ്പെടുകയുള്ളൂ. ഉസ്താദിനോട് പറയുന്നതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. പഴയ കാലങ്ങൾ 10-30 കൊല്ലം മുൻപൊന്നും ചിലപ്പോൾ ഇത് ഉണ്ടായിട്ടില്ല. ഓണം ഉണ്ട്, പക്ഷെ ഇത്രയും തന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ ഈ രംഗത്തോട്ട് വന്നിട്ടില്ല. കാരണം അന്നൊന്നും ഇത്ര ഡാൻസോ കാര്യങ്ങളോ ഒന്നും ആരും കളിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾ പുതിയ തലമുറയാണ്, അവർ കളിക്കും. പിന്നെ തട്ടമിട്ടും ഡാൻസ് ചെയ്തെന്ന് പറഞ്ഞൊരു മുബീന നിജാസ് വന്നിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുബീന നിജാസ് ഓണം ആഘോഷിക്കണ്ടെന്ന് പറയുന്നു. ഈ മുബീന നിജാസ് തന്നെ ഇപ്പോൾ ഈ അടുത്ത് 1 കൊല്ലം 2 കൊല്ലം മുൻപാണോ ഇനിയിപ്പോൾ ഇന്നലെയൊക്കെയാണോ, ഏതായാലും ഈ കൊല്ലം അല്ല, കഴിഞ്ഞ കൊല്ലം അതിൻ്റെ മുമ്പത്തെ കൊല്ലോ അല്ല അതിൻ്റെ മുമ്പത്തെ കൊല്ലമൊക്കെ ആവും. അപ്പം ഇന്നൊരു യൂട്യൂബർ ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഈ മുബീന നിജാസ് തട്ട ഇട്ടിട്ട് ഓണം സദ്യ ഉണ്ണുന്നതായിട്ടുള്ള ഒരു വീഡിയോ കണ്ടു. അപ്പം മുബീന നിജാസിന് എല്ലാം ചെയ്യാം, മറ്റുള്ളവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലേ? ഇതെന്ത് നിയമമാണ്? അതൊന്നും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? എനിക്ക് ഈ ഉസ്താദിന് പറയാനുള്ളത് ഇനിയെങ്കിലും ഉസ്താദ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉസ്താദെന്നല്ല ഈ മതപുരോഹിതന്മാരാരായാലും ഈ ഓണത്തിന് എതിര് നിൽക്കുന്ന ആളുകൾ ആരായാലും അവരോട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഇങ്ങനെയുള്ള നിയമങ്ങളൊന്നും കൊണ്ടുവരരുത്. അത് നിങ്ങളുടെ തന്നെ ഒരു ഇതിനെ വിലയെ തന്നെ ഇല്ലാതാക്കുന്ന വിലയിടുന്ന ഒരു പരിപാടിയാണ്, മനസ്സിലായില്ലേ? എല്ലാവരും ഒന്നിച്ച് മുന്നേറുക, മനസ്സിലായില്ലേ? ഓണം അങ്ങനെയാണ്, കേരളത്തിലുള്ള ആർക്കും ആഘോഷിക്കാം. ഇന്നാർക്കെന്നത് മാത്രമല്ല, അല്ല ഒരു സമുദായത്തിന് മാത്രമൊന്നുമില്ല. ശരി, എന്നാൽ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. ഹാപ്പി ഓണം.